നരേന്ദ്രമോദി ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും നേതൃത്വത്തിൽ വേർതിരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ മണിപ്പൂരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ എല്ലാ തരത്തിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ ഒഴിവ് വന്ന തസ്തികകളിൽ നിയമനം നടത്താതെ യുവജനങ്ങളെയും ദ്രോഹിക്കുകയാണ്. കർഷകരും സാധാരണക്കാരും ജീവിക്കാൻ കഴിയാതെ വലയുകയാണ്. മതത്തിന്റെയും ഭാഷയുടെയും വേഷത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സർക്കാരിനെ തന്നെ ഉപയോഗിക്കുകയാണെന്നും ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു. വരുന്ന കേന്ദ്ര സർവീസിലെ ഒഴിവുകൾ നികന്നു കിടക്കുമ്പോൾ ആ നികത്താനുള്ള ഒഴിവുകൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായവും രേഖപ്പെടുത്താതെയാണ് നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റ് മൂന്നാം തവണയും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളും വിലക്കയറ്റവും കാർഷിക മേഖലയുടെ തകർച്ചയും തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ഏറ്റവും രൂക്ഷമായി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മനുഷ്യരെയെല്ലാം അവരുടെ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്തിക്കൊണ്ട് അവിടെ ഒരു സ്വത്വവാദപരമായ ഇടപെടൽ നടത്താൻ ഇതാ RSS സംഘപരിവാർ സംഘടനയുടെ നേതൃത്വത്തിലുള്ള BJP എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന നിയമപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ദ്രോഹിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. കൂട്ടായ്മയിൽ ജില്ലാ പ്രസിഡന്റ് സുമാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലിസി ജോസ്, അംഗൻവാടി വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി അനിത റജി, സംസ്ഥാന കമ്മിറ്റി അംഗം നിർമ്മല നന്ദകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷീല രാജൻ, സുധർമ്മ, രാധാമണി, സജിതാബായി, സിനോജി, ഷാനിഫ, ജിഷ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.